ഹായ് ഓൾ. ഇന്ന് ഞങ്ങൾ ഏട്ടൻ്റെ അമ്മേൻ്റെ വണ്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് വാങ്ങാൻ പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ കാണാം. ജസ്റ്റ് ഞങ്ങളൊന്ന് ഒരു സന്ധ്യാസമയമാകുമ്പോൾ അമ്മ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഏട്ടന് കാർ എടുത്താൽ കേട്ടോ. പോകുന്ന വഴിയിലൊന്ന് പെട്രോളൊക്കെ അടിച്ച് കാറിലാണേ ഒക്കെ ഒന്ന് സെറ്റാക്കി പോവാണ്. ഇവനാണ് യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടം. എന്നാലോ കാറ് കയറി അപ്പം കിടന്നുറങ്ങും. അങ്ങനെ എന്താ കാരന്തൂരുള്ള TVS എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്ത് നടന്ന് കയറി കേട്ടോ. അപ്പം ഒരു 2-3 ആഴ്ച ഒക്കെ മുമ്പേ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ക്യാഷൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മള് പകുതി പൈസ കൊടുത്തിട്ടാണ്, അല്ലാണ്ട് റെഡി ക്യാഷ് അല്ല കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അവരവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനെ പറ്റിയൊക്കെ. പിന്നെ ഞാൻ ഈ വണ്ടി പ്രേമിയല്ല, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇടപെടാൻ പോയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. എനിക്കിത് കാണാനല്ലാണ്ട് ഓട്ടാൻ അറിയത്തില്ല, പേടിയാണ്, അതാണ് കാര്യം. മുമ്പെങ്ങാനും പണ്ട് കുഞ്ഞാകുമ്പോൾ, അത്ര കുഞ്ഞുമല്ല, അനിയത്തിൻ്റെ കൂടെ വണ്ടി പോകുമ്പോൾ ഒന്ന് വീണതാണ്. അതിന് ശേഷം എനിക്ക് ഇതിനോടുള്ള ക്രേസായിട്ട് പോയി. അത് ഓൾറെഡി എനിക്ക് ക്രേസ് ഇല്ലെങ്കിലും അതും കൂടെ ആയപ്പോൾ അത് തീരെല്ലാണ്ടായി പോയി. അതാട്ടോ സംഭവിച്ച്. ഇപ്പം എനിക്ക് വണ്ടി കണ്ടു പേടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിക്കാനും പോയില്ല. എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും വണ്ടി, എല്ലാവരും പഠിച്ചത്. എന്നെ ഇനി ട്രോളാൻ പാടില്ല. ഇന്ത്യയിൽ ഒരു ആവശ്യം വരുമ്പോൾ പഠിക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയൊക്കെ സത്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പേടിയാണേ. വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? വണ്ടി അറിയാത്ത ഞാൻ എങ്ങാനും വണ്ടി കൊണ്ട് റോട്ടുമ്പോൾ പോയിട്ട് വാരാണ്ടൊക്കെ നെഞ്ചത്തേക്ക് കയറിയിട്ട് അവരെ ശാപം കൂടി ഏൽക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറിയതാണ്. ഇനി എപ്പോഴെങ്കിലൊക്കെ ഒരു ധൈര്യം വരട്ടെ, അന്ന് ഞാൻ പഠിച്ചോളാം എന്നായിട്ട് പറഞ്ഞു കേട്ടോ. പഠിക്കാണ്ട് ഏടെ പോകാൻ ഒക്കെ പഠിച്ചോളൂ. പക്ഷെ ഇപ്പം എനിക്ക് ഈ ധൈര്യം ഇല്ല കേട്ടോ. എന്തിനാ വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ. ഞാനായിട്ടും പോകുന്നില്ലല്ലോ ഇപ്പം തൽക്കാലം. അങ്ങനെ അർജൻറ്റായിട്ട് പോകണ്ടേ, ഞാൻ ബസ് കയറി പോയിക്കോളാം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു. അപ്പം നിറച്ച് അവിടെ സ്റ്റോപ്പിലൊക്കെ വണ്ടികളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ മോനാണെങ്കിൽ പിടിച്ച വയ്യാലെ കയറിയിരുന്നു കേട്ടോ. അവരങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് വേനെ കുറച്ച് ചില്ലറ പശുപശമൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ ബുള്ളറ്റ് കിട്ടിയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചിലവാണല്ലോ ഞങ്ങളുടെ പ്രധാനം. അതായത് ഇന്ത്യയിൽ ഒരു വണ്ടി എടുത്താൽ അതിന് റേറ്റ്. അപ്പം അമ്മേൻ്റെ മൂത്ത ചേച്ചീൻ്റെ മോനും കൊണ്ടിട്ടോ ഞങ്ങളുടെ വണ്ടിയൊക്കെ അവർ മോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വണ്ടിയല്ലേ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലല്ലേ. അപ്പം അവർക്ക് എന്തെങ്കിലും വരുന്ന ഫുഡ് കൊടുക്കേണ്ട വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വണ്ടി കയറിയിട്ട് എല്ലാവരും കൂടി കഴിച്ചാട്ടോ. ഇപ്പോഴും ഏട്ടൻ്റെ അച്ഛൻ വന്നിട്ടില്ല, വീട്ടിലാണ്. അപ്പം അച്ഛൻ എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങിപ്പോകും. അപ്പം ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു.